ഈ സെഷൻ ദീർഘകാല ഒരു പദ്ധതിയായിട്ട് നാം ആവിഷ്കരിച്ചിട്ടുള്ള ഈ കേനോപനിഷത്ത് എന്ന ഉപനിഷത്ത് പഠന സെഷൻ മുഴുവനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് പൂജാപഠനം ബാച്ച് 7 നേതൃത്വത്തിലാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒരു 2 കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മള് ഈ റെക്കോർഡഡ് വേർഷൻസ് അപ്പോഴപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഇടുന്നതല്ല. ഇനി അത്യാവശ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള അംഗങ്ങൾക്ക് റെഫറൻസിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു സന്ദേശം അയച്ചു തന്നു അവർക്കത് റെഫറൻസിനായിട്ട് അയച്ചു തരും. കാരണം നമ്മള് ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ റെക്കോർഡഡ് വേർഷൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയൊരു ടാസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ വേദിയിലൂടെ നിരന്തരമായ ഒരു സെഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതില് തത്സമയം തന്നെ പങ്കാളിത്തം ഉണ്ടാകണം എന്നതുകൊണ്ട് റെക്കോർഡഡ് വേർഷൻ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് റെഫറൻസിന് വേണമെങ്കിൽ ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകുന്നതായിരിക്കും എന്ന ഒരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ 500 പേർക്ക് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള പരമാവധി അംഗങ്ങളെ ഇതിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി പൂജാപഠനം ബാച്ച് 7 ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. പൂജാപഠനം ബാച്ച് 7 ഇത് നിയന്ത്രിക്കുന്നത്. എൻ്റെ പേര് മുരടി. ഞാൻ 7ാം ബാച്ചിലെ പഠിതാവാണ്. എല്ലാ സദസ്യർക്കും സ്വാഗതം. ഇന്ന് കേനോപനിഷത്ത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ആചാര്യൻ ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാനും സദസ്യരെ സ്വാഗതം ചെയ്യാനും ശ്രീ വിശാഖ ശർമ്മനെ ഞാൻ ക്ഷണിക്കുന്നു. വിശാഖ ശർമ്മൻ, പ്ലീസ്. നമസ്കാരം. ഞാൻ നാറാസ് വിശാഖ ശർമ്മനാണ്. താന്ത്രിക് വൈദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ നടത്തുന്ന ഉപനിഷത്ത് പഠന യജ്ഞങ്ങളുടെ ഭാഗമായി ഇന്ന് കേനോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും ആചാര്യന്മാരെയും സ്വാഗതം ചെയ്യുന്നു. കേനോപനിഷത്തിനെ കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തരാൻ എത്തിയിരിക്കുന്നത് ശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരിയാണ്. സാമവേദത്തിന്റെ ഭാഗമായ കേനോപനിഷത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഒരു സാമവേദ ആചാര്യന്റെ സാന്നിധ്യത്താൽ നാം അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ശ്രീ ശിവകരൻ നമ്പൂതിരിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണം പോലും കുറഞ്ഞു പോകുമോ എന്നാണ് എൻ്റെ ഭയം. സാമവേദ പണ്ഡിതൻ, സാമവേദ ആചാര്യൻ, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ആയുർവേദ പണ്ഡിതൻ, സംരംഭകൻ, സംസ്കൃത പണ്ഡിതൻ, താന്ത്രിക വൈദിക പണ്ഡിതൻ എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. ശ്രീ ശിവകരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് സുബ്രഹ്മണ്യൻ തോട്ടം അല്ലെങ്കിൽ തോട്ടം എന്നറിയപ്പെടുന്ന മഹാസാമവേദ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് പാരമ്പര്യ രീതിയിൽ സാമവേദം അഭ്യസിച്ച് ആ വേദജ്ഞാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ആയുർവേദം പഠിച്ച് ഇപ്പോ വളരെ തിരക്കുള്ള ഒരു പ്രാക്ടീഷണറായി ജോലി ചെയ്യുകയാണ്. അതേസമയം തന്നെ ഗുണനിലവാരത്തിന് അങ്ങേയറ്റം ശ്രദ്ധ നൽകുന്ന ഒരു ആയുർവേദ മരുന്ന് കമ്പനി അദ്ദേഹം നടത്തുന്നുണ്ട്. വർഷം തോറും നിരവധി നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളിൽ വിഷയം അവതരിപ്പിക്കാറുള്ള അദ്ദേഹം ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്ന അങ്ങയുടെ ഈ സാന്നിധ്യം ഈ ഒരു മണിക്കൂർ എത്ര വിലപ്പെട്ടതാണെന്ന് പറയുക വയ്യ. ഈ തിരക്കുകൾക്കിടയിലും ഗുരുകുല സഭയിൽ സാമവേദം പഠിപ്പിക്കാൻ ഒരു പാഠശാല അങ്ങ് കുറിച്ചിസ്ഥാനത്ത് നടത്തുന്നുണ്ട്. സാമവേദം എന്ന നിന്നു പോകാൻ സാധ്യതയുള്ള സാമവേദത്തിന്റെ നിലനിൽപ്പിനായി അങ്ങ് പരിശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് പറയാറുള്ളത്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഗുരുവായൂരിൽ മേശാന്തിയായി 6 മാസം ശിവകരൻ നമ്പൂതിരി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ 6 മാസം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത്രയും തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന് സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ മഞ്ജരി ആയുർവേദ ഡോക്ടറാണ്. 2 മക്കള്, 2 പേരും ഡോക്ടർമാരാണ്. ആയുർവേദ ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ നന്ദിത, ഡോക്ടർ നിരീക. ഈ കേനോപനിഷത്ത് ക്ലാസിന്റെ മുമ്പ് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല.
ഒരു ശ്ലോകം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. വിവേക ചൂടാമണിയിലെ ശ്ലോകമാണ്. ത്രയമേവൈത മനുഷ്യത്വം, മുമുക്ഷുത്വം, മനുഷ്യത്വം കിട്ടുക എന്നത് ദുർലഭമാണ്. എന്നാൽ മുക്തമാവുക അല്ലെങ്കിൽ മോക്ഷത്തിന് ശ്രമിക്കുക എന്നത് അതിമഹത്വമാണ്. എന്നാൽ മനുഷ്യൻ മഹാപുരുഷൻ ഇതെല്ലാം മേലാണ്. അപ്പോ അദ്ദേഹത്തെ ആളുകൾ നമ്മുടെ എല്ലാ മനസ്സിൽ വെട്ടിച്ചെട്ടെ എന്ന് ആസ്വദിച്ചുകൊണ്ട് ഡോക്ടർ ശിവകരന്റെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. നമസ്കാരം. നമസ്കാരം. ശിവദേവ്, നമുക്കൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് തുടങ്ങാം, അതല്ലേ നല്ലത്? ശിവദേവനെ ഞാൻ വിളിക്കുന്നു. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിചിത്രലോകരക്ഷകം അനായകൈകനായകം വിനാശിദേവദൈത്യകം നിതാശുഭപ്രണാശകം നമാമി തം വിനായകം നതാശുഭപ്രണാശകം നമാമി തം വിനായകം നതേതരാദിഭീകരം നവോദിതാർക്കഭാസ്വരം നമത്സുരാരി നിർജരം നതാധികാപദുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം നതാശുഭപ്രണാശകം നമാമി തം വിനായകം നതാശുഭപ്രണാശകം നമാമി തം വിനായകം നതാശുഭപ്രണാശകം നമാമി തം വിനായകം. നന്ദി, നമസ്കാരം. നമുക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ആചാര്യനായ ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ ഓക്കെ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാമാഖിലം സകലവേദ ഗുരോർമുനീന്ദ്രാൽ വ്യാസാദവാപ്യ ഭുവി യേന സഹസ്രശാഖം വ്യക്തം സമസ്തമപി സുന്ദരഗീതരാഗം തം ജൈമിനിം തലവകാരഗുരും നമാമി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത് പാദശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ജിജ്ഞാസുക്കളായ പഠിതാക്കൾക്കും മറ്റ് ശ്രോതാക്കൾക്കും സംഘാടകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. കാരണം ഇതുപോലെയുള്ള വേദം, ഉപനിഷത്ത് തുടങ്ങിയ ആധ്യാത്മിക വിഷയങ്ങളിൽ ഇത്തരം പ്രഭാഷണങ്ങളും മീറ്റിങ്ങുകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ ഇത്രയും അധികം പ്രോജ്വലമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഈ TVSRCയുടെ സംഘാടകർക്കും, വിശേഷിച്ച് എന്നെ എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീമാൻ ശ്രീരാമനും അതുപോലെ സുരേന്ദ്രൻ, കാരണത്ത് സുരേന്ദ്രേട്ടൻ, ഇങ്ങനെയുള്ള അതിൻ്റെ മുന്നിലും പിന്നിലും നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും കൃതജ്ഞതയെല്ലാം ഞാൻ അറിയിക്കുകയാണ്. വളരെ അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ഈ ഒരു പരിപാടിയിലെ പങ്കെടുക്കാൻ പറ്റിയതിന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ ഒരു ബന്ധു കൂടിയായിട്ടുള്ള
നാറാസംപുരി, ഞങ്ങൾ അപ്പു എന്ന് വിളിക്കുന്ന നാറാസംപുരി കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു മനുഷ്യനെ വേറൊരാളൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. സന്തോഷം. അതിനുശേഷം ഒരു മിടുമിടുക്കൻ ഒരു മംഗളശ്ലോകം ചൊല്ലി. അതൊക്കെ വളരെ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. ഈ പരിപാടിയിലെ ആദ്യത്തെ ഉദ്ഘാടന സ്വാമിയാരുടെ ഉദ്ഘാടന പരിപാടിയിലും അതുപോലെ തന്നെ ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരിയുടെ പരിപാടിയും ഞാൻ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. അപ്പോൾ അതിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പല വിഷയങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ അതിൽ പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ കുറെ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് പരാമർശിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഒരു ഇപ്പൊ ഈശ്വരൻ നമ്പൂരിയൊക്കെ ചെയ്ത പോലെ ഉപോദ്ഘാതം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയും. ഇതിലേറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേനോപനിഷത്തോ അല്ലെങ്കിൽ മാണ്ഡൂക്യം, മുണ്ഡകോപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഉപനിഷത്തുകൾ, ഇപ്പൊ തൈത്തിരിയൊന്നും അത്ര വിഷമം വരില്ല. വളരെയധികം ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഉപനിഷത്തുകളാണ്. കഥാരൂപേണ എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഒരുപക്ഷെ ഡ്രൈ ആയിട്ട് തോന്നാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും ക്ഷമാപൂർവം കേൾക്കണം. അവസാനം ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഈ ചോദ്യോത്തരങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സമയം നമ്മൾ കാണണം. വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. പിന്നെ ഇത് തുടർച്ചയായതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ബാക്കി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പിന്നീട് പറയും എന്നുള്ളത് കൊണ്ടൊരു സമാധാനമുണ്ട്. എന്തായാലും ഈ 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സംഘാടകർക്ക് അതിന്റെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പ്രസക്തമായ വിഷയങ്ങൾ മാത്രം ഞാനത് പിന്നെ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം, അതിന് ഉത്തരം പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം എനിക്ക് ഏറ്റവും ബോധ്യമുള്ള ഒരു കാര്യം, ഈ ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക വിദ്യയിലെ ഞാനൊരു ശിശു തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ പ്രാപ്തനല്ല. എങ്കിലും ശ്രമിക്കാം. ഇത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ചെയ്യും. അതെനിക്ക് തോന്നുന്നത് 9 മണിയോടുകൂടി വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് 9 മണിക്ക് തന്നെ നിർത്തേണ്ടി വരും. എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടമുള്ള വിഷയങ്ങളാണ്. ഞാനിപ്പോ ഈ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിലെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എന്ന് പറയട്ടെ ഒരു 100 കണക്കിന് അമ്പലങ്ങളിൽ ഉദ്ഘാടനത്തിനും പ്രഭാഷണത്തിനായിട്ട് പോകാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എനിക്ക് പറ്റുന്നൊരു അബദ്ധം, അത് ഒരു തവണയല്ല എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ, ഈ ഇത്തരം വൈദികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സമയത്തെ ഞാൻ മറക്കും. അപ്പൊ അതുകൊണ്ട് ഒരു സമയം എന്നെ ഒന്ന് തോണ്ടിയാലും വിരോധമല്ല. ഇത് ശ്രീരാമനെ പോലുള്ളതിന്റെ അല്ലെങ്കിൽ മുരളീകൃഷ്ണനെ പോലുള്ള ആൾക്കാരെ എന്നെ ഒന്ന് തോണ്ടിയിട്ട് തൽക്കാലം തന്നെ അധിക പ്രസംഗം കേൾക്കാൻ മതി, തൽക്കാലം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിരോധമില്ല. കാരണം അത് സമയം ഒരു പ്രധാന വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ ഒരു സൂചന തന്നേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ വിവേകാനന്ദ സ്വാമികളെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ലോകത്തിലെ അല്ലെങ്കിൽ ലോകത്തിന് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഭാരതം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാണ്ട് മറുപടി പറയാം, ഉപനിഷത്തുകളാണ്. എനിക്കത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നവരല്ലേ എനിക്ക് രോമാഞ്ചം വരുന്നില്ല. കാരണം ഞാൻ സാമവേദീയമല്ലാത്ത ഉപനിഷത്തുകള് എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ നാട്ടിലാണെങ്കിലും പുറം രാജ്യങ്ങളിലെ പ്രഭാഷണത്തിലേക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാനത് വായിച്ച് ഹരം കൊള്ളാറുണ്ട്. എനിക്കത് വളരെയധികം ആവേശം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തൈത്തിരീയം പോലുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ കൂടി പറയുണ്ടായി, ഈ തൈത്തിരീയം പോലുള്ള ഉപനിഷത്തുകളിൽ പ്രകൃതിയുടെ നിഗൂഢമായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര തത്വങ്ങൾ രണ്ടും ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മളെ മീറ്റിങ്ങിൽ ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ അത്തരം കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആനന്ദം അതന്നെ ആയിരിക്കും ഈ ഉപനിഷത്തിലൊക്കെ പറയുന്ന ആനന്ദം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മോഹിക്കുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് അവാച്യമാണ്. അതുകൊണ്ടാണ് മനോവാചാം അഗോചരം എന്നൊക്കെ പറയാൻ കാരണം. അപ്പോൾ ഈ ലോകത്തിന് നമ്മൾ കൊടുത്ത സംഭാവന വേറെ ഒന്നും വേണ്ട, ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ ഫിലോസഫികളിൽ ലോകത്തിൽ നിരവധി ഫിലോസഫികളുണ്ട്, തത്വശാസ്ത്രങ്ങളുണ്ട്, പല സിദ്ധാന്തങ്ങളുണ്ട്, പല പദ്ധതികളുണ്ട്. ഇതിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഇന്നും അജയ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു
പദ്ധതിയാണ് അല്ലെങ്കിൽ സിദ്ധാന്തമാണ് ഈ ഉപനിഷത്തുകളിൽ വിവരിക്കുന്നത്. ഓരോ മന്ത്രത്തിലും, ഉപനിഷത്തിലും മന്ത്രം തന്നെയാ പറയുക, ശ്ലോകമല്ല മന്ത്രമാണ്. ഓരോ മന്ത്രത്തിലും ഒരു ജീവിതം മുഴുവൻ പഠിച്ചു തീരാനുള്ള കാര്യങ്ങളുണ്ട്. വേദത്തിൽ പറയുന്നുണ്ട്. അതന്നെ വേദത്തിൽ പറയുന്ന പല മന്ത്രങ്ങളും ഉപനിഷത്തുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. മിക്കവാറും എല്ലാ ഉപനിഷത്തുകളിലും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് അതിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരം ലോകത്തിലെ നൂറുകണക്കിന് ഫിലോസഫികൾ എടുത്തു കഴിഞ്ഞാൽ വിദേശികളെ പോലും എന്ന് പറഞ്ഞാൽ വിദേശികളെ പോലും എന്ന് പറയാൻ കാരണം, ഇതിനെയൊക്കെ ശക്തമായിട്ട് വിമർശിക്കാൻ ആഗ്രഹിച്ചിരുന്ന മാക്സ് മുള്ളറെ പോലുള്ള വിദേശികൾ പോലും അവസാനം ഇതിന്റെ ഒരു ആരാധകരായി അല്ലെങ്കിൽ ഭക്തന്മാരായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോ ഇത് പറഞ്ഞപ്പോ ചെറിയൊരു ഒരു കാര്യം ഓർമ്മ വരികയാണ്. 2-3 കൊല്ലം മുമ്പ് ഞാൻ ജർമ്മനിയിൽ ഒരു പ്രഭാഷണത്തിൽ പോയപ്പോൾ ഇതുപോലെ കേനോപനിഷത്തിന്റെ തന്നെയാണെന്ന് തോന്നുന്നു, ചെറിയ ഉപനിഷത്താണല്ലോ. അപ്പോൾ വിദേശികൾ ധാരാളം അത് പഠിക്കുന്നുണ്ട്. കേനോപനിഷത്തും അതുപോലെ തന്നെ ഛാന്തോക്യൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സാമവേദീയമായതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഈ ഓഷോ, രജനീഷൊക്കെ പരാമർശിച്ചിട്ടുള്ള വിഷയമാണ്. ഞാനൊരു പുസ്തകം പണ്ട് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടത്. നമ്മൾ പോലും നമ്മൾ സംസ്കൃതം കുട്ടിക്കാലം മുതലേ പഠിച്ച ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. വേദം പഠിക്കുന്നതിനോടൊപ്പം സംസ്കൃതം അത്യാവശ്യമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പോലും കണ്ടെത്താത്ത ഒരു പോയിന്റ്, ഉപനിഷത്തിൽ ഒരു പോയിന്റ്, അവിടെ റിട്ടയർഡ് പ്രൊഫസറായിട്ടുള്ള ഏതാണ്ട് ഒരു 70 വയസ്സുണ്ടാവും ആ സ്ത്രീ, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അത്യാവശ്യം സംസ്കൃതം സംസാരിക്കും. ആ സ്ത്രീ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ള വാക്കാണ് പറയുന്നത്. കാരണം അത്രയും ഡീപ്പായിട്ട് ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതത്തിനിടയായത്. ഇപ്പൊ നമ്മളൊക്കെ എത്ര അല്പന്മാരാണ്, നമ്മളൊക്കെ എത്ര അലസന്മാരാണ് എന്ന് എനിക്ക് അപ്പൊ തോന്നി. കാരണം പിന്നെ അത് വേറൊരു തമാശയുണ്ട്. ആ ലേഡി പ്രൊഫസറാണ്, റിട്ടയർഡ് പ്രൊഫസറാണ് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയില്. ഞാൻ അവിടെ എല്ലാ കൊല്ലം മീറ്റിങ്ങിന് അവിടെ വരികയാണെന്ന് പറഞ്ഞ് അവർക്ക് ഭയങ്കര എന്നോട് പറഞ്ഞ കാര്യം കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ അവർ പറയണത്, എനിക്ക് സംസ്കൃതം തപ്പി സംസാരിക്കാൻ ഒരാൾ കേൾക്കാൻ കിട്ടുന്ന ഒരാൾ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണെന്ന്. യോഗയുടെ ഏറ്റവും വലിയ സെന്ററാണ്, യൂറോപ്പിലെ ഏറ്റവും വലിയ സെന്ററിലാണ് ഞാൻ അന്ന് പോകാറുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവരെന്നിട്ട് സംസ്കൃതത്തിൽ ഇങ്ങനെ സംസാരിക്കും കുറേശ്ശെയൊക്കെ. അപ്പൊ നമ്മളതിന് മറുപടി കൊടുക്കും. അവർ പറയും തെറ്റുണ്ടെങ്കിൽ പറയണം എന്ന് പറയും. ആ ഒരു സ്ത്രീയാണ് എന്നോട് ഇങ്ങനെ ഒരു സംശയം ചോദിച്ചത്. ഞാൻ അപ്പൊ പറഞ്ഞു, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാം. കാരണം ഞാനത് ചിന്തിച്ചിട്ടില്ല എന്നുള്ള സത്യം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അവരുടെ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ യുക്തിക്ക് അനുസരിച്ച് ഇതാണ് തോന്നുന്നത്. എനിക്ക് റെഫറൻസ് ബുക്കുകൾ അവിടെ ധാരാളമില്ല, അതുകൊണ്ട് എൻ്റെ യുക്തിക്ക് അനുസരിച്ച് ഇതാണ് തോന്നുന്നത് പറഞ്ഞ് അവർ തൃപ്തിയായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തോ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും, പണ്ട് മാത്രമല്ല ഇന്നും ഭാരതത്തിന്റെ സംഭാവനയായിട്ടുള്ള ഈ വേദവും ഉപനിഷത്തുകളും നൂറുകണക്കിന് വിദേശികൾ ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് 19 പേര് ഇതിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ഉപനിഷത്തിലൊക്കെ പറയുന്നത് ഏതാണ്ട് ആ പരാവിദ്യ അല്ലെങ്കിൽ ആധ്യാത്മവിദ്യ, ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന വിഷയം തന്നെയാണ്. അതിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇപ്പോ ഋഗ്വേദികൾക്കറിയാം, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്നുള്ളൊരു മന്ത്രമുണ്ട്. അത് മാത്രമല്ല ഭദ്രം കർണഭീതം, ഞാൻ പലതിലും പറയുന്നതാണ്. ഒരു മന്ത്രം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂർ പ്രസംഗിക്കാൻ നമ്മളെപ്പോലുള്ള അല്പജ്ഞാനികൾക്ക് പോലും പറ്റും. അപ്പോ ഈ ഭർതൃഹരി പറഞ്ഞ പോലെ വിശേഷജ്ഞന്മാരായിട്ടുള്ള മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ദിവസങ്ങളോളം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ജീവിതം മുഴുവൻ ഒരു ഉപനിഷത്തിന്റെ ഭാഷ്യവും വ്യാഖ്യാനവും അതുപോലുള്ള കാരികയും വാർത്തികയും ഒക്കെ പഠിക്കാൻ നമുക്ക് ഒഴിഞ്ഞു വെച്ചാൽ പോലും നമുക്ക് മതിയാവില്ല എന്ന് പറയുന്നത്. ശങ്കരാചാര്യരെ പോലുള്ള ആൾക്കാരൊക്കെ എത്ര ഗ്രന്ഥങ്ങളാണെന്നറിയോ. ഞാനിപ്പോ ഇതിന്റെ സംഘാടകരെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൂട്ടണ്ടേ, അവരുടെ ആശയ്ക്കൊരു ഭംഗം വരുത്താൻ പാടില്ലെന്ന് വിചാരിച്ച് ചില ഗ്രന്ഥങ്ങൾ അഡീഷണൽ ആയിട്ട് ചില നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് സ്വകാര്യമായിട്ട് പറയുകയും ചെയ്തു, നമുക്ക് ഇത്രയും അധികം ഒരു സാഗരത്തിൽ, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയണേ, ഇത്രയും വലിയൊരു സാഗരത്തിന്റെ നടുവിൽ നമ്മൾ കിടന്നിട്ട് ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം അഭിരമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അല്പത്വം തന്നെയാണെന്നുള്ളത് എനിക്ക് ബോധ്യമായി എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ഒരു പരിപാടി ഏറ്റതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ ഉപനിഷത്തൊക്കെ യഥാർത്ഥത്തിൽ പഠിച്ച ആൾക്കാർക്ക്
ഇതിൻ്റെ ഇടയിൽ പറയാണ്, ഞാൻ 9 വയസ്സ് മുതൽ സാമവേദം പഠിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. വേദവും അതുപോലെ ഒരു 10-30 കൊല്ലമായിട്ട് മിക്കവാറും എല്ലാ ശ്രൗതകർമ്മങ്ങൾ, കർമ്മകാണ്ഡം നമുക്കറിയാലോ, എല്ലാവർക്കും അറിയുണ്ടാവും. ശ്രൗതകർമ്മങ്ങളിലൊക്കെ പറ്റുന്നത്ര പങ്കെടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഉപനിഷത്ത് ഒരുവിധം ഭംഗിയായിട്ട് പഠിച്ചാൽ തന്നെ വേദസാഹിത്യം, വേദസംഹിത, ഞാൻ പറയുന്ന സംഹിതയെ ഉദ്ദേശിക്കുന്നത്, വേദസംഹിതയും അതുപോലെ ബ്രാഹ്മണങ്ങളിൽ പറയുന്ന ശ്രൗതകർമ്മങ്ങളൊക്കെ നമുക്ക് മോശമെന്നല്ല, ലഘുവായിട്ട് തോന്നും, നിസ്സാരമായിട്ട് തോന്നും. അതിനത്രയ്ക്ക് പ്രാധാന്യമുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പണ്ട് ഒരു നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും, യാവാനർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തേ ഉള്ളൂ, വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന, നമ്മൾ ഈ പ്രളയകാലത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സമയത്ത് പണ്ട് അവിടെ ഒരു 2-3 കിണറുണ്ടെന്ന് നോക്കിയാ, ആ കിണറും ഈ പ്രളയത്തിലെ വെള്ളവും തമ്മിൽ വ്യത്യാസമില്ലാതെ ആയ പോലെയാണ് ഈ വേദത്തിന്റെ അവസ്ഥ എന്നാണ് അതിൽ പറയുന്നൊരു ചുരുക്കം. എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നായിട്ട് കാണുന്നൊരു സങ്കല്പം വരുമ്പോൾ, ഈ വേദാന്തം ഒക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ വേദത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പോലും പ്രാധാന്യം അത്ര തന്നെ തോന്നില്ല നമുക്ക്. ഞാനൊക്കെ യാഗത്തിലും അതിരാത്രത്തിലൊക്കെ പങ്കെടുക്കുകയും അതിന്റെ ചെറിയ ചെറിയ സംഘാടനമൊക്കെ ഉണ്ടാകുമ്പോൾ തോന്നാറുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് ഓരോ തവണ ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതിന് ഫിലോസഫിക്കലായിട്ടുള്ള, ഇപ്പൊ കർമ്മകാണ്ഡത്തിലൊക്കെ പറയുന്ന ഓരോ ക്രിയകളെ കുറിച്ചുള്ള താത്വികമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇതിനോട് അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആരണ്യകവും ബ്രാഹ്മണം ആരണ്യക ഉപനിഷത്തിലൊക്കെ ഒറ്റക്കെട്ടായിട്ട് പൊതുവെ നമ്മൾ പറയുന്നത്. സംഹിത കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണം ആരണ്യക ഉപനിഷത്ത് ഇതെല്ലാം ഒരുമിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഗീതയിലേക്ക് തന്നെ ഇങ്ങനെ ഒരു ശ്ലോകം പറയുന്നത് വെറുതെ അല്ലാന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വേറെ ഉദാഹരണം പറഞ്ഞ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിലും വലിയൊരു കൺസെപ്റ്റ് ലോകത്തിലെ ഏത് ഫിലോസഫിയിലുള്ളത്? ഇത് നമ്മുടെ വേദത്തിൽ ഉപനിഷത്തുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ട് ഇത്തരം വൈദികമായിട്ടുള്ള ശ്രൗതമായിട്ടുള്ള കാര്യങ്ങള്, ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങള് സീരിയസ് ആയിട്ട് എല്ലാവരും വായിച്ചു പഠിക്കണം. ഒരു നേരമ്പൊക്കായിട്ട് മാത്രം ഇത് കാണരുത്. മാത്രമല്ല, എനിക്ക് ചെറിയൊരു അപേക്ഷയും കൂടി ഉണ്ട്. ഞാൻ പല കേമന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെയും പലയിടത്തും വെച്ച് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഇവർ ഇത്രയൊക്കെ പഠിച്ചിട്ട്, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഇത്രയൊക്കെ പഠിച്ചിട്ടും അവർക്ക് ഒരു ചെറിയൊരു കുറവ് തോന്നാറുണ്ടല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പൊതുവെ എല്ലാ മനുഷ്യരല്ല, മാത്രമല്ല പ്രാണികളൊക്കെ, ജീവജാലങ്ങളൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള സുഖമാവാം. ഇതിപ്പോ ആധ്യാത്മിക സുഖമാണ്, ഭൗതികമായിട്ടുള്ള സുഖമാണ് ഒരു 90% ആൾക്കാരും, അല്ലെങ്കിൽ 99% ആൾക്കാരും, അല്ലെങ്കിൽ 99.99% ആൾക്കാരും ഭൗതികമായിട്ടുള്ള സുഖത്തിന്റെ പിന്നാലെ, ഞാനടക്കം എല്ലാ മനുഷ്യരും അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോ വളരെ പ്രസിദ്ധമായിട്ടൊരു ശ്ലോകമുണ്ട്, സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവ പ്രവൃത്തയ എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അത് ഞാൻ പഠിച്ച ആയുർവേദത്തിലൊരു ശ്ലോകമാണ്. എല്ലാ ജീവജാലങ്ങളും സുഖത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. വളരെ ശരിയാണത്, യാതൊരു സംശയമില്ല. അല്ലാത്തവര്, മനുഷ്യന്മാരല്ലാതെ വേറൊരു തലത്തിലേക്ക് എത്തുന്ന അർത്ഥം. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവ പ്രവൃത്ത, എല്ലാ പ്രവൃത്തികളും ആരുടെ? സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെ പ്രവൃത്തികളും സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സംഭവിച്ചു. ഈ സുഖം എവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്, ഇപ്പൊ കാവ്യനാടകാദികളിലും പറയുന്നുണ്ട്, ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമായിട്ടുള്ള സുഖത്തിനാണ് വ്യത്യാസം. ഭൗതികമായിട്ടുള്ള സുഖമാണോ അതോ ആത്മീയമായിട്ടുള്ള, ആധ്യാത്മികമായിട്ടുള്ള സുഖമാണോ വേണ്ടത് എന്നുള്ളതാണ് ഒരു സംശയമുള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ എന്നെ വേദം പഠിപ്പിച്ച, അതുപോലെ യാഗത്തിന്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ച ഇപ്പൊ അപ്പു പറഞ്ഞ പോലെ തോട്ടം സുബ്രഹ്മണ്യൻ നമ്പൂരി പറഞ്ഞ എൻ്റെ അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, പഞ്ചാര പായസം കഴിക്കും, നമുക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമാണ്, ലഡു ഇഷ്ടമാണ്, ജിലേബി ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം, നീ പൊതുവെ പറയണതാണ്, വളരെ സൗമ്യമായിട്ടുള്ള സാത്വികനായിട്ടുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ പറയും, ഈ പഞ്ചാര പായസം നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പൊ കൈ കൊണ്ട് കഴിക്കുകയാണെങ്കിലും ഗ്ലാസ് കൊണ്ട് കഴിക്കുകയാണെങ്കിലും ചുണ്ടോടെ അടുപ്പിച്ചു ഈ വായയിൽ ടച്ച് ചെയ്താൽ മാത്രമേ അതിന്റെ രസം നമ്മൾ ആസ്വദിക്കുന്നുള്ളൂ.
അതിനിപ്പോൾ ആ ഇന്ദ്രിയത്തെക്കുറിച്ചുള്ള ബോധങ്ങളൊക്കെ കേനോപനിഷത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം, അവിടെ വരുമ്പോൾ പറയാം. ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകതയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും തമ്മിൽ ഉള്ള ബന്ധം, അതിനെക്കുറിച്ചൊക്കെ പരാമർശം അതിൽ പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയാറുള്ളതെന്ന് വെച്ചാൽ ആ പായസത്തിന്റെ അല്ലെങ്കിൽ ലഡുവിന്റെ അല്ലെങ്കിൽ ജിലേബിയുടെ ആ സ്വാദ് നമുക്ക് ഇഷ്ടമായിട്ടുള്ളതാണല്ലോ, അത് സെക്കൻഡുകളേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, അന്ന് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളോട് പറഞ്ഞ കാര്യത്തിൽ എന്തൊരു അർത്ഥഗാംഭീര്യം ഉള്ളതെന്നുള്ളതാണ്. അത് തൊണ്ടേന്ന് ഇറങ്ങി, അങ്ങനെ തന്നെയാ പറയാ, തൊണ്ടേന്ന് ഇറങ്ങുന്ന വരെ ഉള്ളൂ അതിന്റെ ഒരു ആ സുഖം ആസ്വദിക്കല്. പിന്നീട് അത് ശരീരത്തിൽ അനുഭവിക്കുന്ന അതിന്റെ ഗുണദോഷങ്ങളാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ച് കാണേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുഖം എന്ന് പറയുന്നതിന്റെ പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. ഇത് വളരെ ശരിയല്ലേ? എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഇപ്പോ നിസ്സാരമായിട്ടുള്ള ഒരു ഭൗതിക സുഖം, ഏറ്റവും അധികം നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിലാണ് ആൾക്കാർക്ക് കൂടുതൽ സുഖം. അതുപോലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള സുഖങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോ ആ സുഖം കിട്ടാൻ എവിടം വഴി പോകണം? ഇതൊക്കെ ഒരു ആമുഖമായിട്ട് കണക്കാക്കിയാൽ മതി. വിദ്യ കൊണ്ട് കിട്ടുന്ന സുഖം, അതാണ് ഏറ്റവും പരമമായിട്ടുള്ള. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഉപനിഷത്ത് വായിക്കുമ്പോൾ, എന്നെ പോലുള്ള അല്പന്മാര് പോലും ഉപനിഷത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നിങ്ങൾക്കൊക്കെ കിട്ടും, അതിൽ കൂടുതൽ കിട്ടും. ആ സുഖം, ആ വിദ്യ കൊണ്ട് കിട്ടുന്ന സുഖത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഇത് തന്നെ വേറൊരു തരത്തില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിദ്യാദദാതി വിനയം. ഞാൻ ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഒരു വിമർശന ബുദ്ധി അല്ലെങ്കിൽ കുറച്ച് നസ്യം പറയൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. വിദ്യാദദാതി വിനയം, വിനയാത് യാതി പാത്രതാം, പാത്രത്വാൽ ധനമാപ്നോതി, ധനാൽ ധർമ്മം തത സുഖം എന്നാണ്. അപ്പൊ തുടങ്ങിയത് വിദ്യ എന്നാണ്, അവസാനിച്ചത് സുഖത്തിലാണ്. ആ ശ്ലോകം ഒന്ന് വേഗം ചുരുക്കി ഞാൻ വേഗം അർത്ഥം പറയാം. കാരണം നിങ്ങളൊക്കെ സംസ്കൃതം പഠിച്ചവരായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്തായാലും നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ സംസ്കൃത ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ട് ആർക്കും അതിനോട് വിരോധം ഉണ്ടാവാൻ വഴിയില്ല. അതുകൊണ്ട് ഞാൻ ശ്ലോകം ചുരുക്കി പറയാം. വിദ്യാദദാതി വിനയം. യഥാർത്ഥ വിദ്യ കൈമുതലായിട്ടുള്ള ഒരാള് വിനയവാനായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് വിദ്യ കിട്ടിയിട്ടില്ല എന്നർത്ഥം. ഇത് പറയാൻ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ചെറുപ്പക്കാരാവട്ടെ, പ്രായമായിട്ടുള്ള ആൾക്കാരാവട്ടെ, ഏതെങ്കിലും ഒരു ശാസ്ത്രം പഠിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചു നോക്കിയാൽ അതിൽ മഹാപണ്ഡിതനായി മാറും. അപൂർവ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ഔദ്ധത്യം എന്ന് പറയും, ധാർഷ്ട്യം, അഹങ്കാരം, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കാണാനുണ്ട്. അവരെയൊന്നും ഉപദേശിക്കാൻ ഞാൻ യോഗ്യനല്ലെങ്കിലും പറയാണ്, വിദ്യ ഉണ്ടെങ്കിൽ അവിടെ വിനയം ഉണ്ടായാലേ വിദ്യ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഞാൻ ഒരു ഇത് പറയല്ല, എന്നാലും എവിടെ മുകളിലേക്ക് പോകുന്നതോറും അത് കൂടിക്കൂടി വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും എല്ലാവരുടെ നന്മയ്ക്കും നല്ലതാണ്. അതുകൊണ്ട് വിദ്യാദദാതി വിനയം, വിദ്യ വിനയത്തെ ഉണ്ടാക്കണം. വിനയാത് യാതി പാത്രതാം, സുഖത്തിലേക്കാണ് പോണ കേട്ടോ. നമ്മൾ അവസാനം സുഖത്തിലേക്ക് എത്തും. സുഖം എങ്ങനെ കിട്ടുന്നു എന്നാ പറയാൻ പോണ. ഇപ്പൊ വിനയാൽ യാതി പാത്രതാം, വിനയം ഉള്ള ഒരു വ്യക്തിക്ക് ഗ്രാജുവലായിട്ട് ഒരു പാത്രത്വം ഉണ്ടാവും. പാത്രത്വം എന്ന് പറഞ്ഞാൽ വളരെ റഫായിട്ട് പറയുകയാണെന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. വിദ്യയും വിനയവും ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അതാണ് പാത്രത്വം എന്ന് പറയുന്നത്. വിനയാത് യാതി പാത്രതാം, പാത്രത്വാൽ ധനമാപ്നോതി. ധനം കിട്ടുന്ന വഴി നോക്കൂ. ധനം വേറെയും വഴിക്ക് വരുന്നുണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്. ധാർമ്മികമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ചൊക്കെ, ധനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പരാമർശങ്ങൾ ഉപനിഷത്തിലും മറ്റു വേദത്തിലൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പാത്രത്വാൽ ധനമാപ്നോതി. നമുക്കൊരു പേഴ്സണാലിറ്റിയുടെ നല്ലൊരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, നല്ലൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ അടുത്ത് മഹാലക്ഷ്മി എത്തും. അത് നമ്മൾ ആദ്യം പറയാറുണ്ട്. വിദ്യ ഉണ്ടായ ആൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിനയവും പാത്രത്വം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മഹാലക്ഷ്മി അയാളുടെ ഒപ്പം ഉണ്ടാവും. ഇപ്പൊ 2 ഭാര്യമാരായി, സരസ്വതിയായി, മഹാലക്ഷ്മിയായി. അത് ധാരാളം പറയാം. ഒന്നായാൽ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ 2ആയാൽ പിന്നെ അത്രയും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇത് സഹിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊരു സുഖത്തെ തരുന്നതാണ്. അവസാനം സുഖമാണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. സുഖം തരുന്ന ഭാര്യ നമുക്ക് ഇഷ്ടമാണ്, ദുഃഖം തരുന്ന ഭാര്യയാണ് നമുക്ക് വിഷമം. ആരായാലും അതെ, നമുക്കൊക്കെ സുഖത്തിന് വേണ്ടിയാണല്ലോ. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്.
സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തിയാണ്. അപ്പൊ പാത്രത്വാൽ ധനമാപ്നോതി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ പല കാര്യങ്ങൾക്കായിട്ട് സമീപിക്കും. നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ദാനമായിട്ട് ധനം വരും. പലതരത്തിലുള്ള ധനം ആവാട്ടോ. പാത്രത്വാൽ ധനമാപ്നോതി, ധനാൽ ധർമ്മം. അങ്ങനെ പോകണം, എന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ പോകും. ഈ ധനത്തിൽ നിന്നാണ് ധർമ്മം ഉണ്ടാവുന്നത്. ധർമ്മം നമ്മൾ ഇപ്പോൾ പ്രൊഫസർ ഈശ്വരനൊക്കെ പറഞ്ഞു, ധർമ്മക്കാരൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു, ഞാൻ കേട്ടുള്ളത്. അപ്പം അത് വളരെ ശരിയാ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ധനം എന്നുള്ളത് പല ധനാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോ അവിടെ എന്താ ഉണ്ടാവണം? ധനാ ധർമ്മം. ധർമ്മം ഉണ്ടാകാൻ അല്ലെങ്കിൽ ധർമ്മം ചെയ്യാൻ, ധർമ്മിയായിട്ട് മാറാൻ ഏറ്റവും നല്ലത് സാത്വികമായിട്ട് ലഭിക്കുന്ന ധനത്തിന്റെ വ്യയമാണ്. അതാണ് ദാനം ഭോഗോ നാശസ്തിസ്രോ. ഭർതൃഹരി പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ശ്ലോകമുണ്ട്, വളരെ കേമായിട്ടുള്ളതാണ്. ധനത്തിന്റെ 3 അവസ്ഥ. എക്കണോമിക്സിലെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ അത്. ആ ഭർതൃഹരിയുടെ ശ്ലോകം പഠിക്കണം, പ്രത്യേകിച്ച് എക്കണോമിക്സ് ഒക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ എന്താ? ധനാധർമ്മം. ധർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും സുഖം അതിൻ്റെ ഒപ്പമുണ്ട്. പിന്നെ സംശയിക്കേണ്ട, കൂടപ്പിറപ്പാണ്. നമ്മൾ ധർമ്മം ചെയ്തോ തീർച്ചയായിട്ടും അവന് സുഖമുണ്ടായിരിക്കും. അപ്പൊ എവിടുന്ന് ഇറങ്ങി? വിദ്യാദദാതി വിനയം വിനയാൽ യാതി പാത്രതാം വിനയാദ്യാതി പാത്രതാം പാത്രത്വാത് ധനമാപ്നോതി ധനാധർമ്മം തതഃ സുഖം എന്നാണ്. ഇതാണ് ശ്ലോകം. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ വിനയം കുറഞ്ഞ് ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ ഉള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മൾ ദൂരത പരിവർജയെ എന്ന് പറയും. ഇവരെ തീർച്ചയായിട്ടും അവർ എത്ര കേമന്മാരാണെങ്കിലും ഒന്ന് മാറ്റി നിർത്തണം, നല്ലതാണെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ടാണ് ഭർതൃഹരി തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഭവന്തി നമ്രാസ്തരവ ഫലോദ്ഗമേ. മുഴുവൻ പറയുന്നില്ല, കാരണം സമയം നീണ്ടുപോകും. എന്താണ്? ഇപ്പൊ നമുക്ക് മാവൊക്കെ ഉണ്ടല്ലേ, മാവിന്മേൽ ധാരാളം മാങ്ങുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മാവ് ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു വരും. അതുകൊണ്ടാണ് തരവ, തരുക്കൾ, വൃക്ഷങ്ങൾ ഫലം ധാരാളമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്രമായിട്ട് മാറുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് കുനിയുന്നു. അപ്പൊ എന്താ അവിടെ ഫലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫലമില്ല, അങ്ങനെ കുനിഞ്ഞില്ലെങ്കിൽ ഒരു ഫലമില്ല, അതും പറയാം. അപ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യയാകുന്ന ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കുനിഞ്ഞുകൊണ്ടിരിക്കും. ആ കുനിയണം, അതാണ് പ്രധാന ലക്ഷണം. അത് ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഈ വിദ്യ കൊണ്ട് നമുക്ക് എന്താ ഫലം എന്ന് പ്രസക്തമായിട്ട് ഒരുപാട് റെഫറൻസുകൾ ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം വിദ്യയാ അമൃതമശ്നുതേ. വിദ്യയാ അമൃതമശ്നുതേ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നതാണത്. ഈശാവാസ്യത്തിലുള്ളതാ. ഈശകേന കഠപ്രശ്നത്തിൽ ഈശാവാസ്യത്തിൽ പറയുന്നതാണ് വിദ്യയാ അമൃതമശ്നുതേ. അതേ അർത്ഥം തന്നെ വരുന്ന വേറെ ഒരുപാട് മന്ത്രങ്ങളിൽ മറ്റു ഉപനിഷത്തുകളിലുണ്ട്. ഇപ്പൊ നമ്മുടെ പഠിക്കാൻ പോകുന്ന കേനോപനിഷത്തിലുണ്ട് വിദ്യയാ വിന്ദതേ അമൃതം തന്നെ അർത്ഥം. അമരത്വം അല്ലെങ്കിൽ അമൃതത്വം അല്ലെങ്കിൽ അമൃതം നമുക്ക് വിദ്യ കൊണ്ട് ലഭിക്കുന്നു. ആ അമൃതം പാനം ചെയ്യുമ്പോഴുള്ള ഒരു സുഖം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിദ്യ കൊണ്ട് കിട്ടുന്ന സുഖം. ഇതന്നെയാണ് ഈ ഉപനിഷത്തിൽ പറയുന്ന വിദ്യയാ വിന്ദതേ അമൃതെന്നും വിദ്യയാ അമൃതമശ്നുതെന്നും പറയുന്ന, ഇങ്ങനെ പല ദിക്കിലും സാന്ദർഭികമായിട്ട് പല ഉപനിഷത്തിലും പറയുന്നതിന്റെ കാരണം. ഇനി ഈ വിദ്യക്ക് തന്നെ വേറെ ചില വിദ്യകളുണ്ട്. വിദ്യക്ക് ചില വിദ്യകളൊക്കെ ഉണ്ട്. എന്താ? വിദ്യാവിവാദായ ധനം മതായ ഒരു ശ്ലോകം ഉണ്ട്, വളരെ രസമാണത്. ഫലൻ, മൂർഖന്മാരെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ, മോശം ആൾക്കാര്, തമോ ഗുണ പ്രധാനികളായിട്ടുള്ള ആൾക്കാര്, അവരുടെ എന്താ പറയുക, വിദ്യാവിവാദായ. നമുക്ക് കുറച്ച് വിദ്യ കിട്ടിയാൽ ബാക്കിയുള്ളവർ തർക്കിച്ച് ജയിക്കാനാണ് നമുക്ക് മോഹം. നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. എനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് 4 ആളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ കേമനാവാനുള്ള ഒരു മോഹം. പറ്റുമെങ്കിൽ വേറെ ആൾക്കാരെ ഒന്ന് താറടിച്ച് കാണിച്ചാൽ, അവരെ ഒന്ന് ഇരുത്തിയാൽ വളരെ സന്തോഷമായി. എന്തായാലും ഞാൻ നിങ്ങളെക്കാൾ കേമനാണെന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്കൊക്കെ ഉണ്ട്. അത് അങ്ങനെയല്ല, അതിനു വേണ്ടിയിട്ടല്ല. ഒരു കാര്യം ഒരാളെ കൺവേ ചെയ്യാനാണ് നമ്മളൊരു കാര്യം പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. അതല്ലാതെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും വിദ്യാവിവാദായ ധനം മതായ. ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും എന്താ ചെയ്യുന്നത്? മതിക്കാൻ, അഹങ്കാരത്തിന്, ഞാൻ വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ കേമനാണെന്ന് കാണിക്കാൻ. ശക്തി പരേഷാം പരിപീഡനായ. ശക്തി ബാക്കിയുള്ളവരെ, പലതരത്തിലുള്ള അധികാര ശക്തിയാവാം,
മസിൽ പവർ ആവാം. ഇതെല്ലാം മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ, പരപീഡനായ, ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനും ഉപദ്രവിക്കാനും വേണ്ടിയിട്ടാണ് പൊതുവെ ദുഷ്ടന്മാര് ഉപയോഗിക്കുന്നത്. ഖലസ്യ സാധോർ വിപരീതമേതൽ, സാധുക്കളെ സജ്ജനങ്ങളെന്നർത്ഥം. ഈ സജ്ജനങ്ങൾക്ക് എന്താ അതിന് നേരെ വിപരീതമാണ്. ഖലസ്യ സാധോർ വിപരീതമേതൽ ജ്ഞാനായ ദാനായ രക്ഷണായ. എന്തൊരു നല്ല സുഭാഷിതങ്ങളാ തരൂ, എത്ര ശ്ലോകങ്ങളാ ഇതുപോലെ തരൂ. നമുക്ക് എന്ത് രസമാണെന്ന് തരൂ. എന്താണ് വിദ്യ? എന്തിനു വേണ്ടിയിട്ടാണ്? സജ്ജനങ്ങൾക്ക്. ജ്ഞാനായ, നമുക്ക് അത് നമ്മൾ ഇപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെയാ. അത് നമുക്ക് ഒരു സുഖത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷം, ആത്മജ്ഞാനം, ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ജ്ഞാനായ ദാനായ. രണ്ടാമത്തെ പറയുന്ന ധനം, അത് ദാനത്തിന് വേണ്ടിയിട്ടാണ്. നല്ല ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ഈ 6 കർമ്മങ്ങളിൽ പറയുമ്പോൾ ദാനം, പ്രതിഗ്രഹം എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട്. യജനം, വ്യാജനം, അധ്യയനം, അധ്യാപനം, ഇതാണ് 6 പഠിക്കുക, പഠിപ്പിക്കുക, ത്യാഗം ചെയ്യുക, ചെയ്യിപ്പിക്കുക, ദാനം വാങ്ങുക, കൊടുക്കുക. ഈ അവസാനം പറഞ്ഞത് ഇപ്പൊ നമ്മളൊന്നും ചെയ്യാറില്ല. ഒക്കെ കൈ ഇങ്ങനെ നീട്ടാൻ, മലത്തി നീട്ടാനേ ഉള്ളൂ, ഇങ്ങനെ കൊടുക്കാറില്ല. ഓം തത്സത്തിൽ നമ്മൾ പറയില്ല, അപ്പുറത്തിരിക്കുന്ന ആൾ പറയണം. അങ്ങനെയാ ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം. അതാണ് ഇവിടെ പറയണത്. ജ്ഞാനായ ദാനായ. സമ്പത്തുണ്ടെങ്കിൽ അത് ദാനം ചെയ്യുകയും കൂടി ചെയ്യണം. നമ്മൾ സുഖമായിട്ട് അനുഭവിച്ചോളൂ. വേദത്തിൽ എവിടെയും സുഖം അനുഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. വേദത്തിലും ഉപനിഷത്തിലും ഒക്കെ പറയണത് നിങ്ങൾ ധാർമ്മികമായിട്ടുള്ള സുഖം അനുഭവിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അനുഭവിച്ച് തൃപ്തിയാവണം. കണ്ടീഷനുണ്ട്, അതിൻ്റെ ഒരു വിശേഷമുണ്ട്. ധാർമ്മികമായിട്ട് വേണം നമ്മൾ അനുഭവിക്കാൻ, സുഖം അനുഭവിക്കാൻ. അപ്പൊ അതുകൊണ്ട് എവിടെയും നമ്മൾ സമ്പാദിക്കരുതെന്നോ നമ്മൾ സർവ്വസംഘപരിത്യാഗിയായിട്ട് നടക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാം വേണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ഭൗതികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്ന വേദങ്ങളാണ്. എത്ര രസമാണെന്നറിയോ വേദത്തിൽ ഓരോ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ജ്ഞാനായ ദാനായ രക്ഷണമാണ്. നമ്മൾക്ക് പവർ ഉണ്ടെങ്കിൽ, അധികാരത്തിന്റെ പവറ് ബാക്കിയുള്ളവരെ വാക്കുകൊണ്ട് തൂക്കിക്കൊല്ലാനല്ല, പിന്നെന്തിനാ? രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ മസിൽ പവർ അല്ലെങ്കിൽ അധികാരം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചല്ലേ. ഞാൻ എത്രമാത്രം വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാമോ അത്രയും കേമനായിട്ടോ, ഇപ്പൊ കേമി എന്നല്ല വരുന്നുണ്ട്, കേമത്തി ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്ക്. അപ്പോൾ നമ്മൾ വാക്കുകൊണ്ട് ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഖലൻ. അത് ദുഷ്ടന്മാരുടെ സ്വഭാവമാണെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും ഞാൻ ഒരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ വാചകവും ഓരോ പദവും പഠിക്കുമ്പോൾ, ഓരോ പോയിന്റും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങളായിരിക്കും. എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ 10 ഉപനിഷത്ത് കാണാപ്പാഠം പഠിച്ചിട്ടോ വേദം കമ്പോട് പഠിച്ചിട്ടോ കാര്യമില്ല. അർത്ഥം മനസ്സിലാക്കി അധീതി ബോധ ആചരണ പ്രചാരണങ്ങളെ കൊണ്ട് നമ്മൾ ആ വിദ്യയെ സാർത്ഥകമാക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ആചരണ പ്രചാരണം. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് അറിയാതെ ഇങ്ങനെ ഒരു തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്, സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മ, അതുപോലെ സത്യ അന്ന പ്രമതിതവ്യം ധർമ്മ അന്ന പ്രമതിതവ്യം എന്നൊക്കെ പറയുന്നുണ്ട്. തൈത്തിരീയത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണെങ്കിലും നമുക്കൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും നമുക്കൊരു വിഷമവുമില്ല സത്യം വദ ധർമ്മം ചരാന്ന് കുറേശ്ശെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് അധീതി നമ്മൾ പഠിച്ചാൽ പോരാ, ബോധമുണ്ടാവണം, ആചരിക്കണം, പ്രചരിപ്പിക്കണം. ആചരിച്ചാൽ മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ. നമ്മൾ ഒക്കെ പഠിച്ചു, അത് നമ്മൾ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ വിദ്യ കൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ടാണ് അധീതി ബോധ ആചരണ പ്രചാരണങ്ങൾ ഓരോ വിദ്യയിലും വേണം എന്ന് പറയാൻ കാരണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളിപ്പോൾ പ്രകൃത വിഷയം എന്ന് പറയുന്നത് ഉപനിഷത്താണ്. എന്താണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്? ഇതിൽ മുമ്പ് പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേദ സാഹിത്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ, തർക്കവിതർക്കങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായാലും ലോകത്തിൽ ഇത്രയും പൗരാണികമായിട്ടുള്ള ഒരു വിജ്ഞാന ഭണ്ഡാകാരം, ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭണ്ഡാകാരം എന്ന് പറയുന്ന വേദമാണെന്ന് ആർക്കും സംശയമില്ലാത്ത കാര്യം. വേദത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിലില്ലാത്ത ഒന്നുമില്ല എന്ന് പറയാം. അതിൽ എല്ലാത്തിനെ കുറിച്ചും ചിലപ്പോൾ ബീജരൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ പരോക്ഷമായിട്ടായിരിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ട് നടത്തും. അതാണ് ഉദ്ദേശിച്ചത്. ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം പറഞ്ഞിരിക്കുക. എന്തായാലും വേദത്തിൽ പറയാത്ത വിഷയങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഇതുണ്ട്. മോഡേൺ സയൻസിന്റെ തിയറി അല്ല പറയണം, പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള നോളജ്, ബേസിക് ആയിട്ടുള്ള തിയറികളൊക്കെ വേദത്തിലും ഉപനിഷത്തിലും ഉണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വലിയ ആൽമരം നമ്മൾ കാണുന്നുണ്ട്. വലിയ ആൽമരമാണ്.
പക്ഷെ അത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ചെടിയായിരുന്നു. അപ്പൊ ആ ചെടിയിൽ അത്രയും വലിയൊരു ആൽമരത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 110, 120 കിലോ ഉള്ള ഒരാള് ജനിക്കുമ്പോൾ 3 കിലോ ഉണ്ടാവുള്ളൂ. ആ 3 കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടി, ആ കുട്ടിയിൽ ആ ആളുടെ സ്വഭാവം പിന്നീട് 50 60 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സ്വഭാവ വിശേഷങ്ങളും ഗുണമാവട്ടെ ദോഷമാവട്ടെ ഇതിൽ ആ ജീനിൽ കിടക്കുന്നുണ്ട്. അതാണല്ലോ സയൻസിൽ പറയുന്നത്, ആ ജീനിൽ അത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളുടെയും താത്വികമായിട്ടുള്ള അവലോകനം വേദത്തിൽ കാണാൻ കഴിയും. നോക്കൂ, സംഹിത എന്ന് പറയുന്നത് ഋഗ്വേദത്തിലാണെങ്കിൽ ഏതാണ്ട് 10472 മന്ത്രങ്ങളുണ്ട് ഋഗ്വേദത്തിൽ പൊതുവെ. കുറച്ചൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും, ആയിക്കോട്ടെ. പിന്നെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ 4 വേദങ്ങളാണ് നമുക്കൊക്കെ അറിയാം. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്. ഞാൻ മറ്റേതിലേക്കൊന്നും പോകില്ല. ജനറൽ ആയിട്ട് ക്ലാസ്സൊക്കെ പല ദിക്കിലും ചെയ്യുമ്പോൾ നമ്മൾ സ്മൃതികള്, പുരാണങ്ങൾ, അങ്ങനെ എല്ലാ വിഷയം, ദർശനങ്ങള്, വേദാംഗങ്ങള്, ഉപവേദങ്ങള്, ഇതൊക്കെ ഇങ്ങനെ 100 കണക്കിന് ഗ്രന്ഥങ്ങളൊക്കെ ഇതിന് ഓരോന്നിനെ കുറിച്ചും പറയാനുണ്ട്. അവിടേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ ഈ വേദസാഹിത്യം കഴിഞ്ഞ് ഞാൻ പിന്നെ വരുന്നതാണല്ലോ നമ്മൾ ഈ ബ്രാഹ്മണം, ആരണ്യക, ഉപനിഷത്ത്. അതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്, ഒന്ന് തന്നെയാണ്. അതില് ഈ ബ്രാഹ്മണങ്ങളിലാണല്ലോ ഈ കർമ്മകാന്ഡം, കർമ്മങ്ങളെ കുറിച്ചുള്ള പരാമർശമുള്ള ഭാഗങ്ങളാണ് പൊതുവെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പൊതുവെ പറയുന്നത്. പിന്നെയാണ് ആരണ്യകം, ഉപനിഷത്ത്. ചില ആരണ്യകം ഉപനിഷത്തും തമ്മിൽ വേർതിരിക്കാൻ പറ്റാതെ കണ്ടിന്യൂസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും അവ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അപ്പൊ എന്താണ്, 4 വേദങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 4 വേദത്തിനും അനവധി ശാഖകളുണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ച സാമവേദം പണ്ട് സഹസ്രവർത്തമ പ്രമാണം അങ്ങനെയാണ്, സഹസ്രവർത്തമാ സാമവേദ. 1000 ശാഖ, 1000 എന്ന് പറഞ്ഞാൽ അനന്തം എന്നാണ് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അസംഖ്യം ശാഖകൾ ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിന് അത് ഓരോന്നിനും അതുപോലെ തന്നെ. ഋഗ്വേദനാണെങ്കിൽ 21 ശാഖ. ഇതൊക്കെ മുക്തികോപനിഷത്തിൽ ഇതിന്റെ റെഫറൻസ് ഉണ്ട്. പല പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. 21 ശാഖകളാണ് ഋഗ്വേദത്തിന് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ വളരെ ലോപിച്ച് 1, 2, 3 ഒക്കെ ആയി, എല്ലാം അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ സാമവേദത്തിനാണെങ്കിൽ 3 ശാഖകളേ ഉള്ളൂ. അതുപോലെ യജുർവേദത്തിനാണെങ്കിൽ 109 ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വളരെ കുറച്ചൊക്കെ ഉള്ളൂ ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സാമവേദം പറഞ്ഞു 1000 ശാഖകൾ, സഹസ്രവർത്തമാന്ന് പറയും. അതുപോലെ അഥർവത്തിന് 50. ഇതെല്ലാം കൂടി 1180 വേദശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഓരോ വേദശാഖയ്ക്കും മിനിമം ഓരോ ഉപനിഷത്തുകളും ഉണ്ടായിരുന്നു അത്രേ. ആവാൻ വിരോധമില്ല, കാരണം അതിന്റെ വൈപുല്യം അത്ര കേമാണ്. അപ്പൊ 1180 ഉപനിഷത്തുകൾ മിനിമം ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പൊ ഏതാണ്ട് 200 ചില്ലുവാനും ഉപനിഷത്തുകളേ ഉള്ളൂ. അതെല്ലാം പ്രാചീനമാണെന്നതും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഉപനിഷത്തുകളും അതിലുണ്ട്. പലതും നശിച്ചു പോയിട്ട് നമുക്കറിയാലോ. എത്ര ഗ്രന്ഥങ്ങളും എത്ര ശാഖകളാണ് നശിച്ചു പോയത്. സയൻസിന്റെ ബ്രാഞ്ചുകൾ എത്ര നശിച്ചു പോയി എന്നറിയും. എല്ലാത്തിലും പറ്റിയിട്ടുണ്ട് അത്. കാലത്തിന്റെ ഒരു കുത്തൊഴുക്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതാണ്ടൊരു 200 ചില്ലുവാനം ഉപനിഷത്തുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ 108 ഉപനിഷത്തൊക്കെ എല്ലാ ഭാഷകളിലും, മലയാളത്തിലൊക്കെ 108 ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ധാരാളം കിട്ടാനുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ ശ്രോതാക്കളോടുള്ള എൻ്റെ റിക്വസ്റ്റാണ്. പല ഗ്രന്ഥങ്ങളും വളരെയധികം സ്ഖലിതങ്ങൾ, തെറ്റുകൾ നിറഞ്ഞ പുസ്തകങ്ങളാണ്. ശ്രദ്ധിച്ച് പുസ്തകം സെലക്ട് ചെയ്യണം. ഓരോ മന്ത്രത്തെക്കുറിച്ചും വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും അധികം മന്ത്രം എന്നുള്ളതിന്റെ പ്രത്യേകത തന്നെ അതാണ്. നിരവധി തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അതിനെ വ്യാഖ്യാനിക്കാൻ അത്രയും ഫ്ലെക്സിബിൾ ആണ്. അതിന്റെ അർത്ഥം അത്രയും വിപുലമായിട്ടുള്ള ഓരോ മന്ത്രം. ഞാൻ അതിലേക്ക് ഇപ്പൊ വരുന്നില്ല, പിന്നെ കിടക്കാം. ഓരോ വാക്കുകൾക്ക്, പുരോഹിതൻ എന്നുള്ള വാക്ക് പോലും, അഗ്നിമിളേ പുരോഹിതം ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്ര. അഗ്നി എന്നുള്ള വാക്ക്, ആ വാക്കിനേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനവധി പറയാണ്ട്. അത്രയും വലിയ ഒരു എന്താ പറയാ ട്രഷറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശ്രോതാക്കളോടുള്ള എൻ്റെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ.
പുസ്തകം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാർമ്മിക ബോധത്തോടുകൂടി പഠിച്ചെഴുതിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ തന്നെ വായിക്കണം. ഇതാണ് പറയാനുള്ളത്. ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഉപനിഷത്തുകളിലെ പലതും ഇപ്പൊ ഈ യേശുക്രിസ്തുവിന്റെ ഉപനിഷത്തുണ്ട്, അള്ളോപനിഷത്തുണ്ട്. ഇതൊന്നും ഇപ്പൊ മോശമെന്ന് ഞാൻ പറയില്ല, അതൊക്കെ നല്ല ഗ്രന്ഥങ്ങൾ തന്നെ. പക്ഷെ അതൊക്കെ പ്രാചീനമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. മറ്റിപ്പോ ദശോപനിഷത്ത്, 10 ഉപനിഷത്തുകൾ നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ. ഈ 10 ഉപനിഷത്തിന്റെ ഒന്നും 1000-ലൊന്ന് ഘനം, അതിന്റെ ഒരു പ്രൗഢി പോലും അതിനില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിപ്പോ അവിടേക്കൊന്നും കിടക്കുന്നില്ല. 10 ഉപനിഷത്തുകളെ കുറിച്ചാണ് നമ്മളിപ്പോ നമ്മുടെ ഇതിന്റെ കീഴില്, TVSRCയുടെ കീഴില് എന്നാണ് എൻ്റെ അറിവ്. ഓരോ ഉപനിഷത്തുകളും ഓരോ ദിവസമായിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നതാണ് എൻ്റെ അറിവ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിലെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉപനിഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ സാന്ദർഭികമായിട്ട് പല പല പോയിന്റ്സ് പറയും. ഉപനിഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോ നമുക്കറിയാം, ബ്രഹ്മചാരികളുണ്ട് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നടത്തുന്ന കാലഘട്ടത്തിലാണല്ലോ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, ബ്രഹ്മചാരി എന്ന് പറയുന്ന ആൾക്കാർ. അതുപോലെ ഗൃഹസ്ഥൻ, ഫാമിലി ലൈഫുള്ള ആൾക്കാരുണ്ട്. വാനപ്രസ്ഥം ആചരിക്കുന്ന ആൾക്കാരുണ്ട്. ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വാനപ്രസ്ഥത്തിലുള്ള എത്രയോ ആൾക്കാരെ ഞാൻ കാണാറുണ്ട്. കാവ്യം കൊണ്ട് പുതച്ചില്ലെങ്കിലും സന്യാസം, യഥാർത്ഥ സന്യാസിയായിട്ടുള്ള ആൾക്കാരെ നമ്മൾ വഴിയിൽ കാണാറുണ്ട്, പലപ്പോഴും പരിചയപ്പെടാറുണ്ട്. ഈ 4 ആശ്രമങ്ങളിൽ, ആശ്രമം എന്ന് പറഞ്ഞാൽ 4 സ്റ്റേജ് എന്നർത്ഥം, 4 ജീവിത ദശകളിലും ഉള്ള ആൾക്കാർക്ക്, വ്യക്തികൾക്ക് ഒരുപോലെ ഫലപ്രദമാണ് ഏത്? ഈ ഉപനിഷത്ത്. നമ്മൾ വിചാരിക്കും ഉപനിഷത്ത് സന്യാസിമാർക്കുള്ളതാണ്, സ്വാമിയന്മാർക്കുള്ളതാണ്. അവർ വായിക്കും, ശരിയാണ്, അവര് അതേ മാത്രമേ വേണ്ടൂ, അതാണ് വ്യത്യാസം. പക്ഷേ ബ്രഹ്മചാരികള് ആദ്യം വേദം പഠിച്ചു കഴിഞ്ഞാൽ, വേദം എന്ന് പറഞ്ഞാൽ സംഹിതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേദസംഹിത പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ടത് ഉപനിഷത്താണ്. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയും. ഇപ്പൊ ഇന്നും സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവിടേക്കൊന്നും കിടക്കാൻ എത്തിയിട്ടില്ല. ഓരോ വേദത്തിന്റെ ഉപനിഷത്തുകളെ കുറിച്ചൊക്കെ പരാമർശം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, ഉപനിഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ബ്രാഹ്മണങ്ങൾ അത് വേണ്ട. ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങള് കർമ്മകാണ്ഡമാണ്. യാഗാദി കർമ്മങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കുന്നതും ദേവതോപാസനകളെ കുറിച്ചുമുള്ള പുസ്തകങ്ങളാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അത് ഒരു സന്യാസിക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോ ഈ പരാമർശിക്കുന്ന ഉപനിഷത്തുകൾ ബ്രഹ്മചാരിക്ക് വേണം, ഗൃഹസ്ഥന് വേണം, വാനപ്രസ്ഥിക്ക് വേണം, സന്യാസിക്ക് വേണം. അതുകൊണ്ടാണ് ആചാര്യായ പ്രിയന്ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേൽസി എന്ന് തൈത്തിരീയോപനിഷത്തിൽ പറയുന്നത് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ്. ആചാര്യന് സമിൽപാണിയായിട്ടാണ് പോണെന്നാണ് പറയണത്. ആരുടെ അടുത്ത്? ഗുരു ആചാര്യന്റെ അടുത്ത്. അവിടെ അതുപോലെ സത്യം വദ ധർമ്മം ചര, ഈ മനുഷ്യന്റെ ബോധം വെച്ച് അന്ന് മുതലേ മരിക്കുന്ന അന്ന് വരെ ആചരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും പറ്റാറില്ല കേട്ടോ. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, നമുക്കൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, സത്യം വദ ധർമ്മം ചര എന്നുള്ള, അല്ലെങ്കിൽ അതുപോലെ എത്രയാ ഉപനിഷത്തുകളിലുള്ള ഇതുപോലെയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ കാലത്തും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും, എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായിട്ടുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് പല ദിക്കിലും പറയുന്നുണ്ട്, വിദ്യ കൊണ്ട് അവിദ്യയെയും, സത്യം കൊണ്ട് അസത്യത്തെയും, ധർമ്മം കൊണ്ട് അധർമ്മത്തെയും, ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെയും പരിഹരിക്കണം, അല്ലെങ്കിൽ ശമിപ്പിക്കണം, നശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു തത്വത്തിലേക്കാണ് നമ്മൾ ഈ വേദാന്തം അല്ലെങ്കിൽ ആധ്യാത്മിക വിദ്യ എന്ന് പറയുന്ന ഉപനിഷത്തിന്റെ സാരങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ഞാനിപ്പോ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ തുടങ്ങിയതിൽ കുറച്ച് ഭാഗങ്ങളെ ആയിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് 8:48, 8:50 ആവാറായി. നമുക്കൊരു 5 മിനിറ്റ് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. പോരെ? കുഴപ്പമില്ലോ? അതെ. അപ്പൊ അതെന്താ വെച്ചാൽ പിന്നെ ദിവസങ്ങളുണ്ടല്ലോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും പഴയതിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങളുണ്ട്. അതിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, യജുർവേദത്തിന് തന്നെ ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം, അത് 2ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉപനിഷത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് കുറച്ച് രണ്ടായിട്ട് തന്നെ കാണിക്കുന്നത്. കാര്യം ജൈമിനീയ സാമവേദം, അതുപോലെ കൗതുമ ശാഖ, രാമായണീയ ശാഖ, അങ്ങനെ 3 ശാഖകളുണ്ട്. അതുപോലെ ഋഗ്വേദത്തിനുണ്ട്, അഥർവത്തിനൊക്കെ പല ശാഖകളും അവാന്തര വിഭാഗങ്ങളും ഉണ്ടെങ്കിലും യജുർവേദത്തിന്റെ ഒരു പ്രത്യേകത
ശുക്ലയജുർവേദം കൃഷ്ണയജുർവേദം എന്ന് പറയുന്ന രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ടിനും വേറെ വേറെ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. ഈ ഓരോ വേദത്തിനും നമ്മളൊക്കെ ഇവിടെയൊന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കാത്ത ഓരോ ഉപവേദങ്ങളുണ്ട്. ഇപ്പൊ ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം പോലെയുള്ള ഓരോ ശാസ്ത്രങ്ങൾ, ഇതൊക്കെ ഓരോ ശാസ്ത്രങ്ങളാണ്. ആ ശാസ്ത്രങ്ങളും ഇതിന്റെ ഉപവേദങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഓക്കെ, പക്ഷെ നമ്മൾ പറയേണ്ടത് എന്താണ്? 10 ഉപനിഷത്തുകളെ കുറിച്ച് പറയാതെ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ വേദത്തിനും ആ വേദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ. അതിന്റെ വാലുമ വരുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യം ഈ ഉപനിഷത്ത് എന്നുള്ള വാക്ക് കേൾക്കുന്നതും കാണുന്നതും കുട്ടിക്കാലത്ത് അച്ഛൻ ജൈമിനീയ ബ്രാഹ്മണവും ഉപനിഷത്തും കൈപ്പടയിൽ എഴുതി വെച്ച പുസ്തകം കണ്ടുകൊണ്ടാണ്. കുട്ടിക്കാലം, വളരെ ചെറുപ്പത്തിൽ. അപ്പൊ അന്നത്തെ കാലത്ത് കഴിഞ്ഞ തലമുറയിലെ ഇന്നത്തെ പോലെയല്ല. സംഹിത പഠിച്ചാൽ അയാൾ വലിയ ഓത്തനായി, വലിയ വേദപണ്ഡിതനായി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഒന്നുമില്ല. അന്ന് ബ്രാഹ്മണവും ആരണ്യക ഉപനിഷത്തും ഒക്കെ പഠിച്ച് അത് ഗുരുവിന്റെ അടുത്ത് നിന്ന് പഠിച്ച് വശാക്കി ബൈഹാർട്ടാക്കിയാലേ അത്യാവശ്യം ഓത്തന എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്താ വെച്ചാൽ അന്ന് താളിയോലൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രിന്റഡ് പുസ്തകം അവൈലബിൾ അല്ലായിരുന്നു ഇവിടെയൊക്കെ. ബനാറസിലൊക്കെ ഉണ്ടായിരിക്കാം, ചൗഖാമ്പയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെയൊന്നും അത് കിട്ടാത്തതുകൊണ്ട് അച്ഛനൊക്കെ ചടങ്ങ് പുസ്തകമാണെങ്കിലും യാഗത്തിന്റെ ആണെങ്കിലും സ്മാർത്ഥക്രിയ ആണെങ്കിലും ഷോഡശക്രിയ ആണെങ്കിലും അതുപോലെ തന്നെ ഉപനിഷത്തൊക്കെ ആണെങ്കിലും അച്ഛൻ കൈപ്പടയിൽ എഴുതി വെച്ചിട്ട് ആ ബുക്കാണ് എനിക്ക് ആദ്യം ഓർമ്മ. അതിനുശേഷം ഉപനിഷത്തിനെ കുറിച്ച് പിന്നെ എനിക്കൊരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയിരുന്നത് കാലടിയിൽ ശൃംഗേരി മഠത്തിൽ ഞാൻ വേദം പഠിച്ചിരുന്നു. അച്ഛൻ്റെ അടുത്ത് തന്നെ ഉപരിപഠനം ഉണ്ടായിരുന്നു. ആ കാലത്താണ് കോളേജിലൊക്കെ പാരലായിട്ട് പോയിരുന്നത്. ആ സമയത്ത് അവിടെ KP ശങ്കരശാസ്ത്രികളെ പറഞ്ഞ വലിയ വേദാന്ത പണ്ഡിതൻ, അദ്വൈത വേദാന്തിയിലായിരുന്നു. അനവധി ആൾക്കാർക്ക് അദ്ദേഹം പഴയ രീതിയിൽ, പുതിയ രീതിയിലല്ല, പഴയ രീതിയിൽ വേദാന്തം പഠിപ്പിച്ചിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹം എല്ലാ ഉപനിഷത്തുകളും, ഇവിടെ ഒരു നമ്പൂതിരിയായിട്ട് ഒരാളുണ്ടായിരുന്നു, 3-4 പേര് കർണാടകത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഓരോ ഉപനിഷത്തുകളും പഠിക്കുന്നത് കുറേശ്ശെ കേൾക്കാറുണ്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊരു ഇതുണ്ടായത്, ഒരു താല്പര്യം പിന്നെ ഉണ്ടായത് ഈ ശങ്കരശാസ്ത്രികളുടെ ദമ്പല്യ, അതുപോലെ അതിനുശേഷം നാരായണ ശർമ്മ എന്ന് പറഞ്ഞു, അതിലും വലിയ അതുപോലെ തന്നെ പണ്ഡിതനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് അന്ന് കാലടി ശൃംഗേരി മഠത്തിൽ വേദാന്തം പഠിപ്പിച്ചിരുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ശങ്കരാചാര്യർ അവിടെ ദീപാരാധന സമയത്ത് 4 വേദവും ചൊല്ലും. അപ്പൊ ഞങ്ങളൊക്കെ സാമവേദം ചൊല്ലും. ഋഗ്വേദത്തിന് അവിടെ കർണാടക ബ്രാഹ്മിൺസിന്റെ എല്ലാത്തിനും അവിടെ ആൾക്കാരുണ്ട്. ആ സമയത്ത് ഈ ഉപനിഷത്ത് പാരായണം ചെയ്യും. അപ്പൊ ഓരോ ദിവസം അവിടെ ഈ ശിഷ്യന്മാര് ഓരോ ഭാഗമായിട്ട് വായിക്കും. അന്ന് ഈ കഠോപനിഷത്താവട്ടെ, തൈത്തിരീയോപനിഷത്താവട്ടെ, ഈശാവാസ്യ ആവട്ടെ, ഇതൊക്കെ കേൾക്കാറുണ്ട്. ഒരു കേട്ടുപരിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് വലിയ സന്തോഷമായി, തർക്കട്ടില്ലല്ലോ എന്ന് തോന്നി. പിന്നെ ഒരു സന്ദർഭം കൂടിയും പറയാം. അന്നത്തെ കാലത്തൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ വേദസമ്മേളനം ഉണ്ടായിരുന്നു. ഇതൊക്കെ പറയണത് നിങ്ങൾ ഇനി അടുത്ത ദിവസമൊക്കെ മഹാ ബോറിംഗ് ആയിട്ടുള്ള പരിപാടികളാണ് വരാൻ പോണത്. ഇന്നൊക്കെ കുറച്ച് തമാശയെ കൂട്ടി ആദ്യമൊക്കെ കുറച്ച് ഈ പട്ടന്മാരുടെ ഊണ് പോലെയാ. ആദ്യം മധുര വിളമ്പും അവര്. നമ്മളങ്ങനെയല്ല പതിവ്. ആദ്യം തന്നെ കുറച്ച് പായസം വിളമ്പും. അത് പല ഗുണമുണ്ട്. ആദ്യം തന്നെ കയ്പോ അല്ലെങ്കിൽ വേറൊന്നും അല്ലെങ്കിൽ ഉപ്പിലിട്ടൊക്കെ വിളമ്പണതിന് പകരം മധുര വിളമ്പി കഴിഞ്ഞാൽ നമുക്ക് മധുരമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു രസം എന്ന് പറയുന്നത് മധുരമാണെന്ന് പറയുന്നത്. അപ്പൊ അവര് പട്ടന്മാരാദ്യം പായസം വിളമ്പിയിട്ടാണ് ചോറൊക്കെ വിളമ്പുക, ബാക്കിയെല്ലാം വിളമ്പുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന് പഞ്ചാര പായസമാണല്ലോ എന്ന് വിചാരിച്ച ഊണാവുന്ന കണക്കാക്കി. ഞാനൊക്കെ അതിൽ മഹാമോശാട്ടോ. നല്ല കേവന്മാരായിട്ടുള്ള ഊണുകാര് അത് കണക്കാക്കി ചോറൊന്ന് കുറയ്ക്കും. ഇപ്പൊ പഴപ്രധാനമൊക്കെ ആണെങ്കിൽ ഇവന് പറയും വേണ്ട. അതുപോലെ ഞാൻ ഇന്ന് കുറച്ച് തമാശ നേരമ്പോഴൊക്കെ അല്ലെങ്കിൽ അത്ര ഇഷ്ടമൊന്നും ആവുണ്ടാവില്ലെങ്കിലും ഇതൊക്കെ പറയണെന്ന് വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഇനി വലിയ കയ്പുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അതൊന്ന് റെഡിയാവാൻ വേണ്ടി പറഞ്ഞല്ലോ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് 4 വേദത്തിന്റെയും 5 നമ്മൾ കാണാൻ പറ്റും. ഋഗ്വേദം, ശുക്ലയജുർവേദം, കൃഷ്ണയജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 10 ഉപനിഷത്തുകളും നമ്മൾ ഈ 5 ഉൾപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഋഗ്വേദത്തിന്റെ ആണെങ്കിൽ ഐതരേയം എന്ന് പറയുന്ന ഉപനിഷത്ത്. ഐതരേയ ഉപനിഷത്ത് ഋഗ്വേദീയമാണ്, ഋഗ്വേദ സംബന്ധിയാണെന്ന് പറയാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ ശുക്ലയജുർവേദം, ഇതെല്ലാം ഈ 10 അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഋഗ്വേദത്തിനെ പ്രധാനമായിട്ട് അത് മാത്രമേ ഉള്ളൂ. വേറെ ഉപനിഷത്തിൽ പറയുന്നുണ്ട് കേട്ടോ, 108 ഉപനിഷത്തിൽ പലതും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ 10 പിന്നാലെ പറയാം. ഈശാവാസ്യമിതം സർവം കിഞ്ച ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ചീധാമാഗൃഹ കസ്യസ്വിധനം. അയ്യോ, അത് ആ ശ്ലോകം ചൊല്ലിയാൽ തന്നെ തേന ത്യക്തേന ഭുഞ്ചീതാന്ന്. ത്യാഗം ചെയ്താലേ, ഇതല്ലേ നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇതല്ലേ വള്ളത്തോള് കവിത എഴുതിയത്, തേന ത്യക്തേന ഭുഞ്ചീത. ആ ഈശാവാസ്യം എന്ന് പറയുന്നത് ശുക്ലയജുർവേദത്തിന്റെ
ഉപനിഷത്താണ്. അത് കൂടാതെ ബൃഹദാരണ്യകം, ആ വാക്ക് തന്നെ മനസ്സിലാവും അതിന്റെ വലിപ്പം. മാണ്ഡൂക്യം എന്ന് പറയുന്നത് ഏറ്റവും ചെറുത്. പിന്നെ ഈശാവാസ്യം. മാണ്ഡൂക്യം എന്ന് പറഞ്ഞാൽ ഒരു 12 മന്ത്രമേ ഉള്ളൂ. ഈശാവാസ്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 10, 18, 10, 20 മന്ത്രങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രസക്തമായിട്ടുള്ള കേനോപനിഷത്താകുമ്പോൾ 32, 34, 32 34 മന്ത്രങ്ങളേ ഉള്ളൂ. ബൃഹദാരണ്യകം, ബൃഹദാരണ്യം വലിയ ഒരു ഉപനിഷത്താണ്. അത് ഈ ശുക്ലയജുർവേദത്തിൻ്റെയാണ്. പിന്നെ കൃഷ്ണയജുർവേദം, ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന തൈത്തിരീയോപനിഷത്തും അതുപോലെ കഠോപനിഷത്തും, ഇത് രണ്ടും, തൈത്തിരീയം വളരെ ശിക്ഷാം വ്യാഖ്യാസ്യാമ വർണ്ണസ്വര എന്നൊക്കെ തുടങ്ങുന്ന ഇതാണ് തൈത്തിരീയം. ആ തൈത്തിരീയോപനിഷത്ത് കൃഷ്ണയജുർവേദത്തിന് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഠോപനിഷത്ത് അതുപോലെ തന്നെയാണ്. സാമത്തിനാണെങ്കിലാണ്, ഞാൻ സാമവേദി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കേനം ഒരു ഉത്സാഹമായിട്ട് ചാടി പുറപ്പെടുക എന്ന് പറയില്ലേ, ജാക്കിയരൊക്കെ പറഞ്ഞ പോലെ ചാടി പുറപ്പെട്ടത് ഈ കേനോപനിഷത്തിനെ കുറിച്ച് പഠിക്കാനും അത്യാവശ്യം പറഞ്ഞു തരാനാണ്. അത് കേനോപനിഷത്തും അതുപോലെ ഛാന്തോഗ്യം, ഛന്തോകന്മാരുടെ ഉപനിഷത്താണ് ഛാന്തോഗ്യം. ഈ കേനോപനിഷത്തും ഛാന്തോഗ്യോപനിഷത്തും സാമവേദികളുടെയാണ്, സാമവേദീയമാണ്. പിന്നെ വരുന്നത് അഥർവമാണ്. അഥർവത്തിന് 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ അഥർവൻ ചില്ലറക്കാരനല്ല, നമ്മൾ വിചാരിക്കുന്നതൊക്കെ കേമന അഥർവൻ, അഥർവന്മാര്. അഥർവവേദത്തിൻ്റെയാണ് പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം. അപ്പോൾ 10 ഇതിന്റെ ഒപ്പം തന്നെ പഠിക്കാവുന്ന, ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു ബൃഹദാരണ്യകം വലിയതാണെന്ന് പറഞ്ഞു, അതിന്റെ ഒപ്പം വലിപ്പമുള്ളതാണ് ഛാന്തോഗ്യോപനിഷത്തും. പിന്നെ ഒരു വിദ്വാനും കൂടി ഉണ്ട് ഈ 10 പെടാതെ, ശ്വേതാശ്വതരം. അത് കൃഷ്ണയജുർവേദി എന്നല്ല, കൃഷ്ണയജുർവേദിയുടെയാണ് അത്. അപ്പോൾ ഈ 10 പിന്നെ ഒരെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഈ 10 സാക്ഷാൽ ശങ്കരാചാര്യര് ഭാഷ്യം എഴുതിയിട്ടുള്ളത്. തൽക്കാലം 55 ഞാൻ ഇന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചതിന് കുറച്ച് ഭാഗ്യമായുള്ളൂ. ഇനി നാളേക്ക് കുറച്ചും കൂടി ഒന്ന് ചുരുക്കാം. എന്തെങ്കിലും ആദ്യം എനിക്ക് പറയാനുള്ള സംഘാടകരോട് എന്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ അല്ല അവരുടെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇതിൽ എന്തെങ്കിലും ഞാൻ പറയണതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം, ഇത്രയൊന്നും പരത്തി പറയേണ്ട വെച്ചാൽ അത് പറയാം, എനിക്ക് ഒരു വിരോധമില്ല, എന്നാൽ വേഗം കഴിയും എനിക്ക്. കാരണം ആകെ 4 ഖണ്ഡേ ഉള്ളൂ. കേനോപനിഷത്തിൽ 4 ഖണ്ഡം എന്ന് പറഞ്ഞാൽ അധ്യായം അർത്ഥം, 4 ഖണ്ഡേ ഉള്ളൂ, വേഗം കഴിക്കാൻ പറ്റും. എനിക്കും സന്തോഷം തന്നെയാണ്. പക്ഷെ എന്നാലും കേൾക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ ബെഡായി എന്ന് പറയില്ലേ, അതുപോലെ വിചാരിച്ചാൽ മതി. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം സംഘാടകർ റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും പ്രസക്തമായി വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്തായാലും ഇത്രയും നേരം ക്ഷമയോടുകൂടി ഉറങ്ങാതെ, ഉറങ്ങില്ല എന്ന് വിചാരിക്കണോ അറിയില്ല, എന്തായാലും ഉറങ്ങാതെ കേട്ടിരുന്ന ആൾക്കാർക്ക് എൻ്റെ നമസ്കാരം. വീണ്ടും അടുത്ത മാസം കാണുമല്ലോ, ഞാൻ പേടിപ്പിക്കുക. ഓക്കെ, നമസ്കാരം. യെസ്, അല്ല മിസ്റ്റർ മുരളീകൃഷ്ണൻ അല്ല. നമസ്കാരം. ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞില്ലേ വിദ്യായ അമൃതം അശ്നുതേ എന്ന് പറഞ്ഞല്ലോ. വിദ്യായ അല്ല, വിദ്യയാ അമൃതം, തൃതീയാണ്. വിദ്യ കൊണ്ട് വിദ്യയാ അമൃതം അശ്നുതേ. പറഞ്ഞോളൂ. അതിനു മുമ്പ് അവിദ്യായ മൃത്യും തീർത്തുവാന്നും കൂടി വരുന്നില്ലേ? ഉണ്ട്, പിന്നെന്താ. അയ്യോ, അത് വലിയ ശ്ലോകത്തിന്റെ അപ്പൊ അവിദ്യക്കും ഒരു സ്ഥാനം ഉണ്ടല്ലോ ഇപ്പൊ അതില്, അല്ലേ? അല്ല, അതിപ്പോഴേ ഒരു കാര്യമുണ്ട്, എല്ലാം ഒരു നാണയത്തിന്റെ 2 വശം പറഞ്ഞ പോലെയാ. ഈ അവിദ്യ ഇല്ലാച്ചാ പിന്നെ എന്താ വിദ്യക്ക് എന്താ പ്രസക്തി? അത് യാതൊരു സംശയമില്ല. അവിദ്യയാണ് വിദ്യക്കാ കേമം. കാരണം നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് അതാണല്ലോ. അപ്പൊ പിന്നെ സംശയമൊന്നുമില്ലല്ലോ, അത് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് മൃത്യും അതിനെ ഇല്ലാതെയാക്കുക എന്നുള്ള ധർമ്മമാണ് വിദ്യ കൊണ്ട്. പക്ഷെ താത്വികമായിട്ടുള്ള സ്ഥായി ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ളത് എന്ന് പറയുന്നത് വിദ്യാധർമ്മം, നമ്മളിപ്പോ പറഞ്ഞ ജ്ഞാനമൊക്കെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. ആ ശ്ലോകം ഞാൻ മുഴുവൻ ചെല്ലിയില്ല എന്നേ ഉള്ളൂ, ഓർമ്മയില്ലായല്ല. ഓക്കെ, ശിവരേട്ടാ നമസ്തേ. നമസ്കാരം. എന്റെ പേര് ദിലീപ് എന്നാണ്. നമ്മൾ ഒരു തവണ കണ്ടിട്ടുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് മാമല, വടശ്ശേരി എന്നാണ് എന്റെ പേര്. ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പൊ അതിലാ വിനയം, സാമ്പത്തികം, അതിന്റെ ആ ഒരു ലൈൻ പറഞ്ഞല്ലോ, അതില് ഈ വിദ്യ ഇല്ലാത്ത ആൾക്ക് കാശ് വന്ന് അയാൾക്ക് ധാർഷ്ട്യം ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞാൽ മതി, തിരക്ക് പിടിക്കണ്ട. അതില് അങ്ങനത്തെ അവസ്ഥയിലുള്ള ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി അറിഞ്ഞാൽ ഉപകാരമായിരുന്നു. ഞാൻ എന്റെ പണി ഞാൻ ബേസിക്കലി അക്കൗണ്ടന്റ് ആണ്, അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. അതിന്
അത് അപ്പൊ വെച്ചാൽ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് തുല്യമായി ഇപ്പൊ കഷ്ടിച്ച്. അത് തന്നെ ഇത് അല്ല സെൽഫ് തന്നെയാണ്. അല്ല സെൽഫ് തന്നെയാണ്. സ്വന്തം ആവശ്യമായിട്ട് ചോദിച്ചതാ. അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു, തന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ കാര്യം. അതിനൊരു ശ്ലോകം എനിക്ക് പെട്ടെന്ന് ഈ ഭർത്തൃഹരിയുടെ നീതിശതകത്തിലെ ശ്ലോകം ഉണ്ട്. അജ്ഞസുഖമാരാധ്യ സുഖതരമാരാധ്യതേ വിശേഷജ്ഞ ജ്ഞാനലവ ദുർവിദഗ്ധം ബ്രഹ്മാവി തം നരം നരഞ്ജേതി എന്നുണ്ട്. ഈ അപകടമായിട്ടുള്ള ആൾക്കാരെ ബ്രഹ്മാവ് പോലും വിചാരിച്ചാൽ നേരെയാക്കാൻ പറ്റില്ല എന്ന ആ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ അർത്ഥം മനസ്സിലായില്ലേ? അജ്ഞസുഖമാരാധ്യ വിവരമില്ലാത്ത ആൾക്കാരെ വേഗം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സമ്പത്തിന്റെ കാര്യം പറയാം, അത് വലിയ പ്രശ്നം. അത് സുഖതരമാരാധ്യതയെ വിശേഷജ്ഞ, വളരെ അതിലും വലിയ ഈസി ആയിട്ട് നല്ല വിവരമുള്ള ആൾക്കാർ ഒരു വിഷമമില്ലേ മാനേജ് ചെയ്യാൻ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ആണ് ജ്ഞാനലവ ദുർവിദഗ്ധം, കുറച്ച് വിവരമൊക്കെ ഉണ്ട്, എന്നാൽ ഈ പറഞ്ഞ പോലെ ധാർഷ്ട്യമുണ്ട്, സമ്പത്തും ഉണ്ട്, ഒക്കെ ഉണ്ടോന്ന് വെച്ചാൽ അവരെ ബ്രഹ്മാവി തം നരം, ബ്രഹ്മാവ് പോലും വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതില് ഞാൻ അടുത്ത ദിവസം പറയാം ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം. ഈ വിദ്യ ഇല്ലേനെയും സമ്പത്ത് ഉണ്ടേനും അങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള വഴികളൊക്കെ അതിൽ ടെക്നിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ചാണക്യൻ തന്നെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അർത്ഥശാസ്ത്രത്തില് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെയാണല്ലോ. അപ്പൊ അതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഓക്കെ, നമസ്കാരം. പോരട്ടെ കിട ഓരോന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കാത്ത അത്രയും നല്ല വഴികൾ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഇത് പഠിക്കാൻ ഞാൻ പോയിന്റ്സ് എഴുതി വെച്ച് മുഴുവൻ പറഞ്ഞില്ല. ഇത് ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒരു അവസരമാണ്. ഇപ്പൊ കേനോപനിഷത്ത് ഇത്രയും ഡീപ്പായിട്ട് ഞാൻ പഠിക്കാൻ വിഷമാവും. കേനോപനിഷത്തിന്റെ പല പുസ്തകങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നല്ല, അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും. എനിബഡി എൽസ്? നമസ്കാരം. നമസ്കാരം. ഉമേഷനാണ്. മനസ്സിലായി. സാമാന്യ പരിചയത്തിലേ ഒരാൾ പറയാൻ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു പ്രാതിശാഖ്യങ്ങള് ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് ഒരു സാമാന്യ പരിചയം, സാമാന്യ പല ആരും പരാമർശത്തിൽ വരാൻ സാധ്യതയില്ല. ശിവരാട്ടാവുമ്പോ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. പ്രാതിശാഖ്യങ്ങളെ പരിചയപ്പെടുത്തിയാല് പ്രാതിശാഖ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങേക്ക് അറിയാലോ. ഓരോ ശാഖ പ്രതിശാഖ ആണ്. അപ്പൊ ഓരോ ശാഖയ്ക്കും അനുസരിച്ചുള്ള വിഷയമാണ് പ്രാതിശാഖ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അല്ല, അത് മതിയല്ലോ. അപ്പൊ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നു. അല്ല, നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും ഒരു അവസരം. പ്രാതിശാഖ്യം ഇപ്പൊ വളരെ ലുപ്ത പ്രചാരം. അതെ അതെ, തീർച്ചയായിട്ടും വളരെ ലുപ്ത പ്രചാരമായി. അതെ, തീർച്ചയായിട്ടും ഉണ്ണീഷ, ഞാൻ അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി സംശയങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്ദി പ്രകടനത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. 7ാം ബാച്ചിലെ ശ്രീ ഉണ്ണികൃഷ്ണൻ കുറുങ്ങാട്ടൂരിനെ നന്ദി പ്രകടനത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പൂജ ക്ലാസ് ബാച്ച് 7 വിദ്യാർത്ഥിയാണ്. പേര് ഉണ്ണികൃഷ്ണൻ, കുറുങ്ങാട്ട ചപ്പന്നൂര്. നന്ദി രേഖപ്പെടുത്തുവാൻ എന്ന് കർത്തവ്യമാണ് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. വേദരത്നം, വേദശ്രേഷ്ഠാവ് ഇങ്ങനെയുള്ള ബഹുമാന്യ പദവി അലങ്കാരിക്കുന്ന ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി അവർകളെ ലഭിച്ചതിൽ അങ്ങേയറ്റം ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഉപനിഷത്ത് ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ വേദവും ഉപനിഷത്തും എന്ന വിഷയം വളരെ ലളിതമായി പരിചയപ്പെടുത്തി തന്ന അങ്ങേക്ക് TVSRCയുടെയും വ്യക്തിപരമായും കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ, സ്വാഗതം പറഞ്ഞ വിശാഖ് ശർമ്മൻ, പ്രാർത്ഥന ചൊല്ലിയ ശിവദേവ്, ഈ ക്ലാസ്സിൽ പങ്കുചേർന്ന എല്ലാവരുടെയും ഭാഗത്തിൽ നിന്നും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്ത ഉപനിഷത്ത് ക്ലാസ് NK സുന്ദരേശ്വരൻ സാറിന്റെ ക്ലാസ്സാണ് ഐതരേയ ഉപനിഷത്ത്. അപ്പോൾ ചൊവ്വാഴ്ചയാണ്. എല്ലാവരും പങ്കെടുക്കണം എന്ന് അറിയിക്കട്ടെ. റെക്കോർഡിംഗ് ഓഫ് ചെയ്യല്ലേ? ഓഫ് ചെയ്യാവോ?